ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഡോക്ടറുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു പറയുവാണ് ഡോക്ടർ ചെയ്ത നന്മയ്ക്കും അല്ലെങ്കിൽ ആ ഒരു ഇതിനൊക്കെ സഹായത്തിനൊക്കെ നന്ദി. പിന്നെ സ്വന്തം മകള് സുരക്ഷിതമായ ഒരിടത്ത് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് കരയുക കേട്ടോ. എങ്കിൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ആ പാവം കരയുന്നത്. അങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോക്ടറോട് തൻ്റെ വിവരങ്ങളെല്ലാം പറയുക. അതിനുശേഷം ആ ഡോക്ടറുടെ മുന്നിൽ കൈ കൂപ്പി യാചനയോടെ ഓരോന്ന് ഇങ്ങനെ അനഘ പറയുന്നു. അങ്ങനെ പറഞ്ഞിങ്ങനെ അനഘ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ നടു റോട്ടിലേക്ക് ഇറങ്ങി. ആ നടു റോട്ടിൽ നിന്ന് ചങ്കു പൊട്ടിക്കരയുക. അനഘയ്ക്കാണെങ്കിൽ പരിസരബോധം പോലും മറന്നുപോയിക്കൊണ്ട് അനഘ ഭയങ്കര കരച്ചിൽ. പെട്ടെന്നാണ് അനഘയുടെ മനസ്സിലേക്ക് ഇത് റോഡാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ ചിന്ത വന്നത്. വേഗം തന്നെ അനഘ കണ്ണുനീരൊക്കെ തുടച്ച് നടന്നു പോവുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി വീട്ടിലേക്ക് വരുക കേട്ടോ. അഭിയും നവിയും കൂടെ പുറത്തൊക്കെ പോയിട്ട് വരുവാണ്. അഭിക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം നവിയോട്, എന്തെന്നില്ലാത്ത സ്നേഹമാണ്. അങ്ങനെ സ്നേഹിച്ച് കയറി വരുന്ന മകളെയും മരുമകനെയും കൂടെ കണ്ടപ്പോൾ ഗോവിന്ദേട്ടന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വലിയ സ്നേഹമായിട്ട് നിൽക്കുക. അപ്പോൾ നിനക്കിനി എന്തെങ്കിലും കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാനത് മേടിച്ച് തരാമെന്ന് അഭി നവിയോട് പറയുന്നു. അപ്പോൾ പുറത്തു നിന്നുള്ള ഫുഡ് ഈ സമയത്ത് ഒരുപാട് കഴിക്കാത്ത മോനെ നല്ലതെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ, അതെ അച്ഛാ, ഈ സമയത്ത് ആഗ്രഹമുള്ള ഫുഡുകളൊക്കെ കഴിക്കണം. പിന്നെ വലിയ മായോ ഒന്നും ചേർക്കാത്ത കടയിൽ നിന്ന് ഞാൻ ഇവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ അബിയുടെ ഫോണിലേക്ക് ഒരു കോള് കണ്ടപ്പോൾ അനഘ എന്നുള്ള കോള്. ഇത് കണ്ടതും അബിയുടെ കിളി പോയി. പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ, അതെയോ, ഞാൻ ഇപ്പം തന്നെ എത്താം, ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവരോട് കമ്പനിയിൽ നിന്ന് വിളിച്ചതേ, പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം നീ എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചത് പ്രശ്നമാവൂടാ അബിയോട് ചോദിക്കുമ്പോൾ തിരിച്ചുകൊണ്ട് നിൽക്കുക. ജോലി തിരക്കുള്ളപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എൻ്റെ അബിയെന്ന് ചോദിച്ചു നവ്യ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ എന്നെ ഒന്നും പറയാനൊന്നും പോണില്ല എന്നും പറഞ്ഞു. അപ്പോഴേ അച്ഛാ, അമ്മയോട് പറയണം കേട്ടോ ഇവളെ നന്നായിട്ട് നോക്കാനായിട്ട്. ഇനി പ്രസവത്തിന് അധിക ദിവസവും കാര്യങ്ങളൊന്നും ഇല്ലേ, അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോനെ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദേട്ടൻ. പിന്നെ ബാക്കിയൊക്കെ ശരിയായിട്ട് അതിൻ്റെതായ വഴിക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവത്തൊന്നും ഇല്ല അച്ഛാന്ന് അബി പറഞ്ഞ് സംസാരിച്ചിട്ട് വാക്കും പറഞ്ഞ് ഇറങ്ങി പോവാം. അപ്പോൾ പോട്ടെ അച്ഛാന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ ഇറങ്ങിപ്പോണേ. അത് കഴിഞ്ഞിട്ട് അബി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, മോളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇത് അത്ഭുതമായിരിക്കാമെന്ന് ഗോവിന്ദേട്ടൻ നവിയോട് പറഞ്ഞു. അപ്പം അവൻ എവിടുന്നോ ശക്തമായിട്ടുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട് അച്ഛാ. എനിക്ക് തോന്നുന്നതേ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യ പാവം ഇങ്ങനെ പറയണേ. അല്ലെങ്കിൽ പിന്നെ അവന് ഈ രീതിയിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ടും അബിയുടെ അമ്മ മാറിയില്ലല്ലോ മോളെ. അയ്യോ, ആ ഭാഗത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരൊരിക്കലും മാറാൻ പോകുന്ന ഒരാളല്ല അച്ഛാ. അതിന് കൂട്ടായിട്ട് പിന്നെ അവിടെ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, അനിയുടെ ഭാര്യ. അപ്പോൾ ആ കൊച്ച അനിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ പിന്നെ അനി നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. അവൾക്കതിനൊന്നും കഴിയത്തില്ല ചാ. അതുപോലെ തന്നെ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദു പോകുമെന്നും തോന്നുന്നില്ല എന്നും നവ്യ പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഇപ്പോൾ അവർ തമ്മിൽ വിളിയൊന്നും അങ്ങനെയില്ല. അത് ദൈവത്തിന് അറിയാച്ചാ. അവൾ അനിയെ വിളിച്ചില്ലെങ്കിൽ അനി അവളെ അങ്ങോട്ടേക്ക് വിളിക്കും, അതാ പ്രശ്നം. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു മാത്രമല്ല ചാ. എങ്ങനെയെങ്കിലും അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോണേന്നാ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. നന്ദുവും അതിനൊപ്പം നിൽക്കാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അനിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മോളെ എന്നിങ്ങനെ ചോദിച്ചു അച്ഛൻ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അച്ഛാ. എന്തായാലും എനിക്ക് പറ്റിയ പെണ്ണല്ല അനാമിക, അതെനിക്കറിയാം. അവൾ ഇത്രയും പെശകായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ആ കല്യാണത്തിന് അനുകൂലിച്ച് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞു. അവളുടെ സ്ഥാനത്ത് നന്ദു തന്നെ വന്നാൽ മതിയായിരുന്നു, എങ്കിൽ ആ വീടിനകത്ത് സമാധാനം ഉണ്ടായേനെ എന്നൊക്കെ നവ്യ പറയുക. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് പോയി. ഗോവിന്ദേട്ടൻ ഇവിടെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അനഘയാണ് കാണിക്കുന്നത്. അനഘ ഇങ്ങനെ കടൽ തീരത്ത് ഈ അഭിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അഭി അന്നേരം അങ്ങോട്ടേക്ക് ചെന്നു. അഭി അനഘയെ കാണാൻ ചെന്നിട്ട്, എന്തിനാ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അനഘ ഇങ്ങനെ ഇവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ അനഘയെ കാര്യം പറ അനഘ എന്നും പറഞ്ഞുകൊണ്ട് അഭി. അപ്പോൾ ഏതാ പെൺകുട്ടി എന്ന് അനഘ ചോദിച്ചു അഭിയോട്. ഏത് പെൺകുട്ടി? അപ്പോൾ നീ ഇന്ന് പാർക്കിലൊരു പെൺകുട്ടിയെ ഇരുത്തി കൊഞ്ചിക്കുന്നത് കണ്ടല്ലോ, ആ പെൺകുട്ടി ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോഴേക്കും തമ്പുരാനെ, അബിയുടെ ഉള്ള ശ്വാസം അങ്ങ് നിലച്ചുപോയി. അബി ഞെട്ടലോടെ എങ്ങനെ ഇരിക്കാം. കാണേണ്ട കാഴ്ച കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, പറ. അത് പിന്നെ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അബി ഇങ്ങനെ നോക്കുക. പിന്നെ നിനക്കിപ്പോൾ പഴയ സ്വഭാവമൊന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞത്, അത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ
ഇന്ന് വ്യക്തമായ തെളിവുകളോടെ ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കാം നീ ഫ്രോഡാണെന്നുള്ളതെന്നൊക്കെ അനക്ക പറഞ്ഞു. അപ്പോൾ നിന്നോട് ഞാൻ പറയാത്തതായിട്ട് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഭി പറയുമ്പോൾ നീ കല്യാണം കഴിക്കാൻ പോവല്ലേ, നിൻ്റെ വിവാഹമൊക്കെ ഫിക്സ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതോ നിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞോ എന്ന് അനക്ക ചോദിച്ചു. ഞാൻ നിന്നോട് സാവകാശം ചോദിച്ചിട്ടുണ്ട്, ആ ഒരു ദിവസം എത്തുമ്പോൾ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞോളാം, അപ്പോൾ നീ എന്നോട് പറയണ്ട, പറയാതെ തന്നെ എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അനക്ക പറയുന്നു. നവ്യ, അതാണ് നിൻ്റെ ഭാര്യയുടെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് അബി ഞെട്ടി. അബിയുടെ തലയ്ക്ക് മീതെ വാളായിട്ടാണ് അനക്ക വന്നതെന്ന് അബി അറിഞ്ഞില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മയാകാൻ പോകുന്ന നിൻ്റെ ഭാര്യയെയും കൊണ്ടാണ് നീ പാർക്കിലേക്ക് വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇതൊക്കെ എന്തിനാണ് നീ എന്നോട് മറച്ചു വെച്ചതെന്നും കൂടെ ചോദിക്കുമ്പം അല്ലോ നിനക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നതെന്ന് അബി പറയാം. ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റാതെ ഇരിക്കാൻ എന്താടാ, നീ ഇനിയും എന്നെ പോലെ മറ്റൊരു പെൺകുട്ടികളെയും കരയിക്കാതെ നിനക്കൊരു കുടുംബം ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹമെന്ന് അനക്ക പറയണം. കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നടക്കുന്നവളാണെന്നും വളരെ കുറച്ച് ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്നും അങ്ങനെയുള്ളവൾക്ക് നീ കല്യാണം കഴിച്ചോ എന്ന് അറിഞ്ഞാൽ ഇപ്പം എന്താ കുഴപ്പമെന്ന് അനക്ക ചോദിച്ചു കേട്ടോ. നീ കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടായാലും കുടുംബം ഉണ്ടായാലും എൻ്റെ കുഞ്ഞിനൊരു ജീവിതം ഉണ്ടാകണം എന്ന് അനക്ക അഭിയോട് തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് നീ അച്ഛനാവണം, അത്രേ ഉള്ളൂ എനിക്കെന്ന് അനക്ക പറയുമ്പോൾ നവ്യയെ കല്യാണം കഴിച്ച വിവരം എങ്ങനെ നിന്നോട് പറയുമെന്ന് വിചാരിച്ച് നടക്കായിരുന്നു ഞാൻ. ഏതായാലും നീ അത് അറിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ പോയി കിട്ടി. പിന്നെ നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്, നിൻ്റെ മകളെ ഏറ്റെടുത്തോളാമെന്ന്. ഇനി നീ ഏറ്റെടുത്തേ പറ്റത്തോളം നനകെ അന്നേരം അബിയോട് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിൻ്റെ മുത്തശ്ശനെ ഞാൻ വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനക്ക ഇവനെ മുൾമുനയിൽ നിർത്തും. പറഞ്ഞത് ചെയ്യും, ഞാൻ ചെയ്യാതിരിക്കില്ലെന്ന് പറഞ്ഞ് അനക്ക അവിടെ നിന്ന് പോയി. അബി ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. എന്നിട്ട് വണ്ടി എടുത്ത് അബി ഇങ്ങ് പോന്നു. എന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അനക്ക പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് അബി ഇങ്ങ് പോരുന്ന ഈ ഒരു സമയത്ത് അനക്ക വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കുഞ്ഞ് ഓടി വരും അനക്കയുടെ അടുത്തേക്ക്. അങ്ങനെ അമ്മേന്ന് വിളിച്ച് ഓടി ഇങ്ങ് വന്നു. കുഞ്ഞ് നല്ലൊരു മോള്. അപ്പോൾ അതെ അനക്ക ഓടി വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് കരയുമ്പോൾ അമ്മ എന്തിനാ കരയുന്നേന്ന് കുഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കണ്ണിൽ എപ്പോടി പോയതാണെന്ന് അനക്ക കുഞ്ഞിനെ നോക്കി പറയുക. എന്നിട്ട് ഇതേ മോൾക്കുള്ള കളിപ്പാട്ടാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിന് ഈ കളിപ്പാട്ടമൊക്കെ അനക്ക കൊടുത്തു. എന്നിട്ട് കൊച്ചുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അനക്ക കൊച്ചിനെ നോക്കി ഭയങ്കര കരച്ചിൽ. ആ കുഞ്ഞാണെങ്കിൽ ആ കളിപ്പാട്ടമൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്നിങ്ങനെ യോഗയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മുത്തശ്ശൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് കോള് വന്നു. അങ്ങനെ കോള് വന്ന സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുന്ന വിളി അത്ര നല്ല വിളിയല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ആ ഓടിച്ചെന്ന് ഫോൺ അങ്ങോട്ട് എടുത്തു. അപ്പോൾ മുത്തശ്ശൻ ആകെ ഒരു പരിഭ്രമിച്ചാ ചെന്ന് ആ കോൾ എടുത്തത്. എടുത്തു ഹലോ എന്ന് വെച്ചപ്പം അത് അനഘയായിരുന്നു വിളിച്ച്. ഹലോ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ പേര് അനഘ എന്നാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനഘ ഇങ്ങനെ മുത്തശ്ശനോട് പറയാം അബിയുടെ ചീട്ട് കീറി. ഉറപ്പായി അബിയുടെ ചീട്ട് കീറിയെന്ന്. അപ്പോഴത്തേക്ക് മുത്തശ്ശൻ ചോദിച്ചു എന്താ കുട്ടിക്ക് വേണ്ടത്? അത് എനിക്ക് ഒരു മോളുണ്ട്, 5 വയസ്സുള്ള ഒരു കുഞ്ഞാണവൾ. ആ കുഞ്ഞിനെ സാർ ഏറ്റെടുക്കണമെന്നുള്ള കാര്യം അനഘ പറയുക. അപ്പോൾ മുത്തശ്ശൻ ഞെട്ടി. സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നും പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എന്തൊക്കെയാ കുട്ടി പറയണതെന്ന് ചോദിച്ചു. ഞാൻ വ്യക്തമായ ധാരണയോടുകൂടിയാണ് സാറിനോട് സംസാരിക്കുന്നതെന്ന് അനഘ പറയുവാണ്. ആ കുഞ്ഞ് കൊച്ചുമകൻ്റെ മകളാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നടുങ്ങി വിറച്ച് ഇങ്ങനെ നിൽക്കുക നമ്മുടെ മുത്തശ്ശൻ. സാറിൻ്റെ കൊച്ചുമകൻ്റെ മകളാണെന്നുള്ള കാര്യവും അനഘ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുത്തശ്ശൻ അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഏത് കൊച്ചുമകൻ്റേതാണ്? ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ പെണ്ണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെ പോയി. കൊച്ചുമകൻ്റെ മകളാണെന്ന് മാത്രമേ അനഘ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആക്കി അങ്ങ് വെച്ചു. മുത്തശ്ശൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്പർ സ്വിച്ച് ഓഫ്. അങ്ങനെ ഇത് കറങ്ങി തിരിഞ്ഞ് മിക്കവാറും ആദർശിൻ്റെ തലയിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങ് ടെൻഷൻ അടിച്ച്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് അവിടെ ഫുഡൊക്കെ വിളമ്പി കൊടുത്ത ആദർശം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിളമ്പി കൊടുത്ത ആദർശം. അപ്പോൾ അമ്മ ഇങ്ങനെ ഫുഡ് വിളമ്പി കൊടുത്തിട്ട് എന്നെ വിളിക്കുമായിരുന്നു കൊള്ളാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ആ നേരത്ത് തനിക്ക് കറികളൊക്കെ നന്നായി ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ അഭിപ്രായമല്ല ചോദിച്ചത്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാനാ ചോദിച്ചതെന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയോട് പറയാം. അപ്പോൾ എന്നാ എനിക്കിപ്പോൾ മനസ്സിലായി മരുമകൾ എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മായിമ്മ വിളിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതെന്നൊക്കെ ആദർശ് പറയുമ്പോൾ നയന ഇരുന്ന് ചിരിക്കുക. എന്തെല്ലാം ഡ്രാമയാ അമ്മായിമ്മയും മരുമകളും കൂടെ കളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അതിനെ അമ്മയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും ചിന്തിക്കുന്നതേ അമ്മയും ചിന്തിച്ചോളൂ. എന്നാ നീ കേട്ടോ, ഇപ്പോഴേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാ. നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ നാൾ മുതൽ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളൂ, എന്നെപ്പോലെ തന്നെ നിന്നെയും അമ്മ സ്നേഹിക്കും എന്നുള്ളത്. അത് നടന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞാലേ അത് നിനക്ക് മനസ്സിലാകില്ല എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കോള് നയനയുടെ ഫോണിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞ് നാവെടുത്തില്ല, അമ്മയുടെ കോള് വന്നു കഴിഞ്ഞെന്നും പറഞ്ഞ് കോൾ എടുത്തു. ആഹാരം അമ്മേ, അപ്പോൾ ആഹാരം കഴിക്കുകയാണോ മോളേന്ന് ചോദിച്ചു. ആ കഴിച്ചുകൊണ്ടിരിക്കുക അമ്മേ. പിന്നെ അമ്മയുടെ കറികളൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണെന്ന് നയന പറയുമ്പോൾ കറികളൊക്കെ കൊള്ളാവോ മോളേന്ന് ചോദിച്ചു. എപ്പോഴാണ് അമ്മ മോശം കറികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? വളരെ വളരെ നന്നായിട്ടുണ്ടല്ലോ. പിന്നെന്താ? അപ്പോഴേക്കും ആദർശ് ഫോൺ തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചു. അതെ അമ്മേ, ഇവളെ ചുമ്മാ പറയുന്ന കേട്ടോ അമ്മേ, ഒന്നും അത്ര പോരാ, കൊള്ളത്തില്ല എന്ന് ആദർശ് പറയുമ്പോൾ കൊള്ളില്ലെങ്കിൽ നീ കഴിക്കണ്ടെന്ന് ദേവയാനി ആദർശിനോട്. എൻ്റെ മരുമോള് പറയാനുള്ളത് എന്തായാലും എന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പം നിൻ്റെ ഇതൊന്നും എനിക്ക് നിന്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഓ അത് ശരി, ഇതിനു മുൻപൊക്കെ മകൻ്റെ അഭിപ്രായം അറിയാനായിരുന്നില്ല അമ്മ കാത്തിരുന്നത്, ഇപ്പം എന്നെ അമ്മ തള്ളിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടാ ജനിച്ച നാൾ മുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നതല്ലേ. എൻ്റെ മരുമോളെ കുറച്ച് ദിവസം മുൻപ് തൊട്ടാ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്, അതുകൊണ്ട് ഇനി സ്നേഹത്തിൻ്റെ മുക്കാലും അവൾക്കാ, നിനക്കിനി കാലേ തരത്തുള്ളൂ എന്ന് പറയുമ്പം ശരി ശരി ആയിക്കോട്ടെ ഞാൻ കൊടുത്തേക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നയനയ്ക്ക് എന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഹലോ അമ്മേ, മോളെ കുറച്ച് നേരത്തെ പോരാ കേട്ടോ, ഞാൻ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ എന്ന് പറയുമ്പം അമ്മ കൂടുതൽ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ അവിടെ വന്നിട്ട് വേണ്ടതൊക്കെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ ശരി ശരി ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കാൻ പോവാം മോളെ എന്ന് ദേവയാനി പറയുമ്പം പെട്ടെന്ന് നിന്ന് കഴിക്കാൻ പറഞ്ഞു. ശരി വെക്കട്ടെ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞു ആദർശ്. അപ്പോൾ അമ്മായിമ്മയ്ക്കിപ്പോഴേ മരുമകൾ മാത്രം മതി എന്ന് ആദർശ് പറഞ്ഞു. എന്നാലേ എനിക്കങ്ങനെയല്ല, എനിക്ക് എൻ്റെ അമ്മായിമ്മയും വേണം ഭർത്താവും വേണം ഒരേപോലെ എന്ന് നയന ഇങ്ങനെ ദേവയാനിയുടെ കാര്യം പറഞ്ഞ് ആദർശിനോട് പറഞ്ഞു. ഒരേപോലെയൊന്നും അല്ല, പിന്നെ നിനക്കേ ഇപ്പം അമ്മായിമ്മയോടെ സ്നേഹം കൂടുതലെന്ന് ആദർശ് പറഞ്ഞപ്പം അതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ആദർശിനോട് നയന ചോദിക്കുമ്പം ഒട്ടുമില്ല, സ്നേഹമേ എന്നും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നാൽ മതി, എനിക്ക് ഇത്രയും കണ്ടാൽ മതി എന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെ ഇവരതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മുത്തശ്ശൻ്റെ കോള് പെട്ടെന്ന് ആദർശിൻ്റെ നമ്പറിലേക്ക് വരിക. മുത്തശ്ശൻ വിളിക്കുന്നുണ്ടല്ലോ, എന്തിനാണാവോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കോൾ എടുത്തു. ഹലോ മുത്തശ്ശ, മോനെ നീ ഫ്രീ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മുത്തശ്ശ കാര്യം? അപ്പോൾ അതൊക്കെ നീ ഇവിടെ വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാരണമില്ലാതെ നിന്നെ ഞാൻ അങ്ങനെ വിളിക്കാറില്ലല്ലോ മുത്തശ്ശ, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ വന്നോളാം. ശരി ആയിക്കോട്ടെ അതും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പം എന്താ ആദർശേട്ടാന്ന് നയന ചോദിക്കുമ്പം അത്യാവശ്യമായിട്ട് മുത്തശ്ശൻ എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയും. എന്താ കാര്യം? എന്തെങ്കിലും കാര്യം കാണും, അല്ലെങ്കിൽ ഒരിക്കലും മുത്തശ്ശൻ എന്നോട് അങ്ങനെ പറയില്ല, ചെല്ലാൻ പറയില്ല. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ആദർശേട്ടാ, ഇതെന്തോ പെട്ടെന്നുള്ള കാര്യമാണ്. ഇനി മുത്തശ്ശൻ എന്തെങ്കിലും അവശത കാണൂ? അങ്ങനെ അവശത ഉണ്ടെങ്കിൽ മുത്തശ്ശൻ ഡ്രൈവറെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകത്തേ ഉള്ളൂ, നമ്മളാരും ബുദ്ധിമുട്ടിക്കത്തേനും വരത്തില്ല. എന്തായാലും നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് മുത്തശ്ശൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനൊക്കെ വിളിച്ചു ഇതിങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് അടുത്ത കോള്. ആ സമയത്ത് സാറിനെ നേരത്തെ വിളിച്ച ആ ഒരു അനഘയില്ലേ, അനഘയുടെ ബന്ധുവാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി സംസാരിക്കുന്നതിനിടയിൽ എന്തിനാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ സാറേ അനഘ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും വളരെ സീരിയസ് ആണ് ആ കുട്ടിയുടെ കാര്യം, ICUയിലാണ് സാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശനോട് ആ ചേട്ടന്മാർ പറയാം. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ അതൊരു ഗുണ്ട കേട്ടോ. അയാൾ ഇനി കറങ്ങി തിരിഞ്ഞത് ആദർശിൻ്റെ തലയിലേക്ക് കൊണ്ട് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ കൊച്ചു ആദർശിൻ്റെ ആണെന്ന് വരുത്തി തീർക്കാം. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും നോക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി എനിക്ക് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.